ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആട്ടപ്പൊറോട്ട എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. നമ്മൾ മൈദ വെച്ച് ഉണ്ടാക്കുന്ന പൊറോട്ടയുടെ ആ ഒരു സോഫ്റ്റ്നെസ് ആട്ടപ്പൊടി വെച്ചിട്ട്, അതായത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് അധികം ഒന്നും ഉണ്ടാക്കുമ്പോൾ കിട്ടാറില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% ഷുവറാണ് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മയമുള്ള ഗോതമ്പ് പൊറോട്ട കിട്ടും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഇതുപോലെ ചുവന്ന നിറത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലിൻ്റെ പടം വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ നീല നിറത്തിലാണ് കേട്ടോ കാണുക. പിന്നെ ലൈക്ക് ബട്ടൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഷെയർ ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 കപ്പ് ആട്ടപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ 6 വലിയ പൊറോട്ട നമുക്ക് കിട്ടും. ചെറുതാണെങ്കിൽ ഒരു 9 എണ്ണം വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചെറുതെന്ന് പറയുമ്പോൾ അധികം കട്ടിയൊന്നും ഇല്ലാത്ത, അധികം വലുപ്പമൊന്നും ഇല്ലാത്ത പൊറോട്ടയാണെങ്കിൽ. അപ്പോൾ 2 കപ്പ് ആട്ടപ്പൊടിയിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. ഞാൻ ആദ്യം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. കോഴിമുട്ട തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം. കോഴിമുട്ട ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും. കോഴിമുട്ട ചേർത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കല്ല, ഒന്ന് നനച്ചെടുക്കുക. ഈ കോഴിമുട്ടയുടെ നനവിൽ ഈ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഈ തൈരാണ് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊറോട്ടയെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ തൈര് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. തൈര് എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിവിടെ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് ചേർത്താൽ മതി. 1/4 കപ്പ് തൈരും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അധികം പുളിയില്ലാത്ത തൈരാണ് കിട്ടുന്നത്. തൈരും കൂടെ ചേർത്തിട്ട് പുട്ടിന് പൊടി നനയ്ക്കുന്ന പോലെ നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കുക. അപ്പോൾ തൈരും കോഴിമുട്ടയും ചേർത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ മാവ് കുഴച്ചെടുക്കില്ല, അതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തി മാവ് നമ്മൾ നല്ല ടൈറ്റായിട്ടാണല്ലോ കുഴച്ചെടുക്കുക. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആവശ്യത്തിനുള്ള പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതുപോലെ കുറച്ച് അയവിലുള്ള മാവാണ് കേട്ടോ നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ എപ്പോഴും എടുക്കുന്നത്. ഇനി ഈ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് സോഫ്റ്റാക്കി എടുക്കാം. കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ മാവ് കൊണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മാവ് ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട കേട്ടോ, ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് എടുക്കുന്നത്. ഇതിന് പകരം ഓയിൽ എടുത്താലും മതി, പാം ഓയിലിനോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഓയിൽ എടുത്താലും മതി. വെളിച്ചെണ്ണ നെയ്യൊന്നും ഇത്ര നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് ബട്ടർ ഇതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊറോട്ട റെഡിയാക്കാനായിട്ട് തുടങ്ങാം. 5 മിനിറ്റിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമുക്ക് ബോൾസ് റെഡിയാക്കാം. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു പ്രത്യേക രീതിയിലൊക്കെയാണ് ബോൾ ഉണ്ടാക്കുന്നത്, അതുപോലെ ഒന്നും ഉണ്ടാക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിത് 6 ഈക്വൽ പോർഷൻസ് ആക്കി മാറ്റിയിട്ട്, സാധാരണ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ബോൾ ഉണ്ടാക്കില്ലേ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട്, അതുപോലെ തന്നെയാണ് ബോൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ ബോൾസും റെഡിയാക്കി എടുക്കാം. ഇത് അത്യാവശ്യം വലുപ്പമുള്ള പൊറോട്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ബോൾസാണ് കേട്ടോ 6 എണ്ണം കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ കുറച്ച് ചെറുതായിട്ടോ അല്ലെങ്കിൽ കോയിൻ പൊറോട്ടയ്ക്ക് ചെറുതായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം ഉണ്ടാക്കാം. അപ്പോൾ ഈ ബോൾ നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തില്ല ആ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കുക.
ഒരു ചപ്പാത്തി കല്ലിൽ കുറച്ച് ആട്ടപ്പൊടി വിതറിയിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ വീശി അടിക്കാൻ അറിയാത്തവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുന്നു അത്രത്തോളം പരത്തിയെടുക്കുക. വളരെ വലുതാക്കി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതാക്കി നോക്കൂ, ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ. അതിന് മുകളിൽ കുറച്ച് ആട്ടപ്പൊടി വിതറി കൊടുക്കാം കേട്ടോ. ആട്ടപ്പൊടി വിതറുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ പോരാ. 1.5 ടേബിൾ സ്പൂണോളം ആട്ടപ്പൊടി ഇതിന് മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു പൊറോട്ട പോലെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ചെയ്ത പോലെ ഇതുപോലെ ഞെറിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് ബാക്കിലേക്ക് ആക്കുക, ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഞൊറിയൊക്കെ എടുക്കൂലേ സാരിക്കൊക്കെ, ആ ഒരു രീതിയിലാണ്. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ട് മടക്കി കഴിഞ്ഞാൽ പിന്നെ അത് കൈ കൊണ്ട് നമുക്കിങ്ങനെ മാക്സിമം എത്രത്തോളം നീട്ടാൻ പറ്റും അങ്ങനെ നീട്ടി കൊടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് അങ്ങോട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതാക്കി പരത്തി തന്നെ ഇതുപോലെ ഫ്രില്ലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് മാക്സിമം പൊട്ടാത്ത രീതിയിൽ നീട്ടി കൊടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ മൈദയുടെ പോലെ അല്ല, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നാലും നമ്മളിപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളൊരു കുറച്ച് സമയമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഞാനൊരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അടുത്തത് കാണിച്ചു തരാം. നോക്കൂ, ഇതുപോലെ ചെറിയൊരു ചപ്പാത്തിയാണ് ഞാൻ ഇവിടെ പരത്തിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ബട്ടർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ആയിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം, മടക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും. എന്നിട്ട് കൈ വെച്ചിട്ട് മാക്സിമം നീട്ടി കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വീശി അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. കണ്ടോ, ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി കൊടുക്കാം. ചിലപ്പോൾ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അത് പിന്നെ റോൾ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഗോതമ്പ് പൊടിയല്ല, അപ്പോൾ അതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ ബട്ടർ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്, ബട്ടർ അല്ലെങ്കിൽ ഓയിൽ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് പൊറോട്ട റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അരമണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് കൂടുതൽ പൊടി ഇട്ടോളൂ കേട്ടോ, എന്നാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ലെയറൊക്കെ വിട്ട് വരും. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ പൊടിയിട്ടിട്ട് പരത്തിയെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ കിട്ടും. ചില സമയത്തൊക്കെ ആട്ടപ്പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെയൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട്. ആട്ടപ്പൊറോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മൈദ പൊറോട്ടയേക്കാൾ ഒന്നുകൂടെ ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലേ. കാരണം മൈദയുടെ അത്ര അൺഹെൽത്തി അല്ലല്ലോ ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി എന്ന് പറയുമ്പോൾ ഹെൽത്തിയാണ്. മൈദ എന്ന് പറയുമ്പോൾ നമുക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമാണേനും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഓരോന്നും പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ ഞാനിവിടെ ബട്ടറാണ് എടുക്കുന്നത്. ഞാൻ ഈ പൊറോട്ടയിലേക്ക് ഓയിലിന് പകരം മുഴുവനായിട്ടും ബട്ടറാണ് കേട്ടോ എടുക്കുന്നത്. ഒരു ഫ്രൈ പാനിൽ കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് ഓരോ പൊറോട്ട ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഹാർഡായി പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ചുട്ടെടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ഞാനിവിടെ 2 പാനിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്, കുറേ സമയമെടുത്ത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.
നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ലെയറൊക്കെ വിട്ട് വരും. പിന്നെ ഗോതമ്പ് പൊറോട്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈദ വെച്ച് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് നമ്മളൊന്ന് തട്ടി കൊടുക്കില്ല, അതുപോലെ തട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പൊറോട്ട ആകെ പൊടിഞ്ഞു പോകും, സെർവ് ചെയ്യുമ്പോൾ ഒക്കെ കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ലെയർ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്തു കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. തട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊട്ടി പോവും, ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. അപ്പോൾ വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പൊറോട്ടയൊക്കെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആട്ട പൊറോട്ട തന്നെ കിട്ടും. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്